ചമ്മന്തിപ്പൊടിയും കൂടെ എടുത്തു വെക്കണം. അമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എൻ്റെ മോളെ, നിനക്ക് ഇവിടെ വല്ല ജോലിയും ചെയ്ത് ജീവിച്ചാൽ പോരെ? എന്നാത്തിന് ഈ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടാൻ പോകുന്നേ? ഒന്നാമത് അപ്പുകൂട്ടന് ഇപ്പൊ 5 വയസ്സ്. നീ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം കഴിഞ്ഞല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അവൻ 7 വയസ്സ്. ആ കുഞ്ഞിന്റെ മുഖം ഓർത്ത് നിനക്ക് എങ്ങനെയാടി പോവാൻ തോന്നുന്നേ? പിന്നെ നിന്റെ ഭർത്താവിന്റെ കാര്യം പറയണ്ടല്ലോ. എന്റെ മോൻ 1.5 കാലം കൊണ്ടാ ജീവിക്കുന്നത്. അവൻ ഒന്നാമത് വയ്യ. അവൻ നീയും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും കൂടെ എങ്ങനെയാടി എന്റെ ഈ പ്രായത്തിൽ ഞാൻ നോക്കുന്നത്? നിനക്ക് എങ്ങനെയായി പോവാൻ തോന്നുന്നേ? എന്ത് മനസാക്ഷിയാ നിനക്ക്? അമ്മ, കുഞ്ഞിന്റെയും ചേട്ടനെയും കാര്യമൊക്കെ ആലോചിച്ച് ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കാൻ എനിക്കിഷ്ടാ. പക്ഷെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അമ്മേ? ലോണ് എല്ലാം അവസ്ഥ കൊണ്ടല്ലേ അമ്മ പോണേ. സത്യം പറഞ്ഞ ഈ ഒരു അവസ്ഥയിൽ നീ പോകുന്ന കാണുമ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ തോന്നുള്ളൂ. വേറെ വഴിയില്ല. അല്ല പിന്നെ ഇനിയിപ്പൊ എന്റെ മോനെക്കുള്ള എന്തിനുള്ള ഇങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് നാട്ടിലുള്ള ഭർത്താവിനെയും മക്കളെയൊന്നും ഓർക്കാണ്ട് അന്യനാട്ടിൽ പോകുമ്പോൾ നല്ല കണ്ട ചെറുക്കന്മാരുടെ കൂടെയൊക്കെ പോണത്. ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം, നിനക്ക് അവിടെ ചിലവ് പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ ആവുമായിരിക്കും. ഒരു സൈഡ് തളർന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ, അവനേക്കാൾ നല്ല യോഗ്യന്മാരായുള്ള പുരുഷന്മാരെയൊക്കെ നിനക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റും. പക്ഷെ അവിടെ ചെന്ന് അങ്ങനെ വല്ലവരുമായിട്ട് വല്ല ബന്ധവും തുടങ്ങിയിട്ട് ഇവിടെ നാട്ടിലുള്ള എന്റെ മോനെ പൊട്ടനാക്കരുത്. നേരത്തെ പറഞ്ഞേക്കണം നീ. എന്റെ മോനവിടെ നിന്നെ ഓർത്ത് ഇവിടെ ജീവിക്കുമായിരിക്കും. അവനെ നീ പൊട്ടനാക്കരുത്. അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് നല്ല വിഷമമുണ്ട്. ദണ്ണം കൊണ്ട് പറഞ്ഞു പോകുന്നയാ. പലപൂർവ്വം ആരെ വിഷമിപ്പിക്കാൻ പറഞ്ഞു തന്നെ.